പൊന്നാര ചങ്കുകളെ മാണിക്കക്കല്ലുകളെ, ഇന്നലത്തെ എൻ്റെ വീഡിയോയ്ക്ക്, കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടുകൾക്കൊക്കെ 1000 നന്ദികൾ അറിയിക്കുന്നു. ഫസ്റ്റ് 2 ഈ പതിവ് പോലെ എന്നും ഞാൻ ഈ പറയുന്നത് പോലെ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒരു 10, 12, 13 കിലോമീറ്റർ വരും. ഇപ്പോൾ ഈ റബ്ബറുള്ള സ്ഥലത്തേക്ക്, ഈ റബ്ബറിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ റബ്ബറുള്ള സ്ഥലത്തേക്ക് ഒരു 12, 13 കിലോമീറ്റർ വേണ്ടി വരും. അപ്പോൾ രാവിലെ 5 മണിയായപ്പോൾ നമ്മളിവിടെ എത്തി. 5 മണിയായിട്ട് എത്തി പണി തുടങ്ങി. ഒറ്റയാൾ പോരാട്ടമാണ് ഇവിടെ. രാവിലെ ഇന്നിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. 3 പേരെ, മാമായും വേറെ 2 പേരെയും കൂടെ വയലിലോട്ട് പറഞ്ഞു വിട്ടേക്കുന്നു. രാവിലെ കടയിൽ നിന്ന് കാപ്പിയൊക്കെ മേടിച്ചും കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് അവിടെ എത്തണം. അപ്പോൾ ഇത് കുറേ ഹൈറ്റിലാണ് കിടക്കുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ പിടിക്കാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അടുത്ത മരത്തിൽ ചിരട്ടയ്ക്കകത്താണ് വെച്ചേക്കുന്ന മൊബൈൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിക്കാൻ എൻ്റെ മുഖം അന്നേരം കാണണ്ട. പിന്നെ അപ്പോൾ ഇതാണ് രാവിലെ ഇറങ്ങിയുള്ള പരിപാടി. ഇത് നോക്കണ്ട, ഇത് പിന്നെ ബുള്ളറ്റ് പ്രൂഫാണ്. വെളുപ്പിലേക്ക് ഇറങ്ങി മഴ സമയമൊക്കെ ആകുമ്പോൾ കൊതുകിൻ്റെ കുത്തലക്കും പരിസ്ഥിതി കാണുമ്പോൾ ഒരൊറ്റ കുത്തൊന്നും കുത്തിയായി ഇത് ഇറങ്ങൂല. അപ്പോൾ രാവിലത്തെ ജോലി ഇതാണ്. അപ്പം നമ്മുടെ ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ കാണുന്നതാണ് റബ്ബർ. നമ്മുടെ ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹൈറ്റിലാണ് ഹൈറ്റിലായതുകൊണ്ട് നമ്മുടെ ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആസിഡ് ഒഴിക്കണം. 2 ദിവസത്തെ ആട്ടോ, 1 ദിവസത്തെ ആണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട. 2 ദിവസമാണ്. 1 ദിവസത്തെ ഒട്ടുപാൽ അതിലുണ്ട്, 1 ദിവസത്തെയും കൂടെ ഉണ്ട്. അതിനകത്ത് ഇനി ആസിഡ് ഒഴിച്ച് വയ്ക്കണം ഉറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഇറങ്ങിയാൽ നമ്മുടെ പരിപാടി ഇതായിരിക്കും. നെക്സ്റ്റ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ജോലിക്കാർക്ക് ചോറ് കൊണ്ട് കൊടുക്കണം. ഇപ്പോൾ 11:45. ഈ പറഞ്ഞ 10, 12, 13 കിലോമീറ്റർ ഓടിയിട്ട് വീട്ടിൽ നിന്ന് പിന്നെയും പോകണം കേട്ടോ. വീട്ടിൽ പോയിട്ട് ഒരു 4 കിലോമീറ്റർ പിന്നെയും പോകണം. 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ വരെ പോയാൽ വയലിൽ ജോലിക്കാർ നിൽക്കുന്ന സ്പോട്ടിലെത്തും. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യും. നമുക്ക് വീഡിയോ എത്രമാത്രം ചെയ്യാൻ കിടക്കുന്നു. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഈ തന്ന സപ്പോർട്ട് കൊണ്ടാണ് വീഡിയോ വീണ്ടും ചെയ്യാനും എന്താ പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വഴിയേ കാണാമെന്ന്.